ചേരുന്നത്. കാപ്പ ചുമത്തി ജയിലിൽ അടയ്ക്കപ്പെട്ട തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കും. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിൽ വെച്ച് രാവിലെ 11 മണിക്കാണ് സത്യപ്രതിജ്ഞ നടക്കുക. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഒരു നഗരസഭാ കൗൺസിലർ ജയിലിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. MS ലിഷോയ് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേർന്നു. ലിഷോയ്, ഗുഡ് മോർണിംഗ്. തൃശ്ശൂരിലാണ് സത്യപ്രതിജ്ഞയെങ്കിലും തിരുവനന്തപുരത്താണ് ഇതിൻ്റെ ബോംബെല്ലാം പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വളരെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ യുദ്ധങ്ങൾ നടക്കുകയാണ്. കോൺഗ്രസ്, BJP, CPM ഒക്കെ നേതാക്കളൊക്കെ ഇക്കാര്യങ്ങളിൽ പറയുന്നുണ്ട്. ശബരിനാഥനാണ് കോൺഗ്രസിൻ്റെ ഒരു ലീഡായിട്ട് മുമ്പിലുള്ളത്. അദ്ദേഹത്തിനെതിരായ പരിഹാസങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നു. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയാണെങ്കിലും തൃശ്ശൂരിൽ അത് ഔദ്യോഗികമായ നിലയിൽ നടപടികൾ നടക്കുകയും വേണം. എപ്പോഴാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് തീരുമാനിച്ചിരിക്കുന്നത്? വളരെ കുറച്ച് സമയം മാത്രമാണല്ലോ ഉണ്ടാവുക. ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട്? അവിടെ ഏതെങ്കിലും വിധത്തിൽ കോൺഗ്രസിൻ്റെയോ CPM-ൻ്റെയോ ഒക്കെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും വിധത്തിൽ ജയിലിന് പുറത്ത് എന്തെങ്കിലും പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യതയുമുണ്ടോ? അതായത് ഇന്ന് രാവിലെ 11 മണിക്കാണ് ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ നടക്കുക. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാർഡ് കൗൺസിലറായ സുഗതൻ, അദ്ദേഹത്തിൻ്റെ ഈ സത്യപ്രതിജ്ഞ, അദ്ദേഹം ഉൾപ്പെടെയുള്ള BJP അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നേരത്തെ ഹൈക്കോടതി, അതായത് നേരത്തെ ഈ ദൈവങ്ങളുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനാണ് റദ്ദാക്കിയിരുന്നത്. ആ റദ്ദാക്കിയതിന് ശേഷം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ട മറ്റ് കൗൺസിലർമാരെല്ലാവരും ചെയ്തു കഴിഞ്ഞിരുന്നു. പക്ഷേ സുഗതൻ ജയിലിലായതിനാൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാനായി കഴിഞ്ഞിരുന്നില്ല. ആദ്യ സത്യപ്രതിജ്ഞയ്ക്ക് തന്നെ പ്രത്യേക അനുമതി ലഭിച്ച അതിനുശേഷമാണ്, പിന്നീട് ഒരു ദിവസത്തെ ജാമ്യം ലഭിച്ചതിന് ശേഷമാണ് സുഗതൻ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന സുഗതനെ പിന്നീട് രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ഇതുവരേക്കും കണ്ടിട്ടില്ലാത്ത തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു കോർപ്പറേഷൻ അംഗമായി തിരഞ്ഞെടുത്ത വ്യക്തി, അദ്ദേഹം തൃശ്ശൂരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അതും തൃശ്ശൂർ വിയൂർ സെൻട്രൽ ജയിലിനകത്ത് സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നുള്ളത് രാഷ്ട്രീയ കേരളത്തിൽ ഇതുവരേക്കും കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു സംഭവം തന്നെയായിരിക്കും. മാത്രമല്ല, ഇന്നിപ്പോൾ 11 മണിയോടുകൂടിയാണ് സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരിക്കുന്നത്. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് കടക്കാനായി കഴിയുകയുള്ളൂ. മാത്രമല്ല, ഉദ്യോഗസ്ഥരടക്കം വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ ജയിലിലേക്ക് സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി എത്താൻ പാടുള്ളൂ എന്ന് ഹൈക്കോടതിയുടെ പ്രത്യേക ഒരു നിർദ്ദേശവും ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിയൂർ സെൻട്രൽ ജയിലിന് പ്രധാന കവാടത്തിനകത്ത് തന്നെയുള്ള ലൈബ്രറി ഹാളിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇന്ന് നിശ്ചയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മേയർ VV രാജേഷ് ഉൾപ്പെടെയുള്ള VV രാജേഷും അതിനോടൊപ്പം തന്നെ കോർപ്പറേഷനിലെ മറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ഇവിടെ തൃശ്ശൂരിന് ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് വേണ്ടി അവർ വിയൂർ ജയിലിലേക്ക് എത്തുകയും ചെയ്യും.